ടെക്നോളജിയുടെ ഒന്നും പറയാനില്ല. കാരണം അവരെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു. നമ്മളാണ് കാര്യം എന്നാന്ന് അറിയാതിരിക്കുന്നത്. കാരണം നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും, അവർ മണ്ണൊഴിച്ചിൽ കൊണ്ടുവന്ന് അത് 7 കിലോമീറ്ററാണ് തള്ളിയേക്കുന്നത്. അപ്പം നമുക്കത് തിരച്ചിൽ ചെയ്യണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതിന് പറ്റിയ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 7 കിലോമീറ്റർ താണ്ടി അത് പുഴയിലേക്ക് അടിച്ച് പോകുമ്പോഴത്തേന് അത്രയും വലിയൊരു ലോറി പോലും നമ്മളെ കൊണ്ട് ശരിക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അർജുൻ്റെ എന്ന് പറയുന്നത് ഇത് ഞാൻ പറയാൻ കാരണം, നമുക്കൊരു 6-7 വർഷം മുമ്പ് നമുക്ക് തമിഴ്നാട്ടിലെ സുർജിത്ത് എന്ന് പറഞ്ഞൊരു ഇറക്കന് ഒരു കുഴൽക്കിണറിനകത്ത് വീണായിരുന്നു. 36 അടിയിലിരുന്ന കൊച്ചിനെ പോലും നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു കൊച്ചിനെ കൊണ്ട് നമുക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് ബഹിരാകാശത്ത് എന്തോരം വേണേലും സഞ്ചരിക്കാനുള്ള ടെക്നോളജി നമുക്കുണ്ട്. പക്ഷേ മണ്ണിനടിയിലോ കടലിനടിയിലോ നമുക്ക് നോക്കാനുള്ള ടെക്നോളജി ഇനിയും നമ്മുടെ കയ്യിലില്ല. സോ ടെക്നോളജി എന്ന് മാത്രമല്ല, കാലാവസ്ഥ ആ പയ്യന് അനുകൂലമല്ല. അതാണ് കാരണം. കേരളത്തിന് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം എന്നാന്ന്, ഒരു വ്യക്തിയെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പം ഇത്രയധികം ആളുടെ സപ്പോർട്ടും അതേപോലെ മിനിസ്ട്രിയിലാണെങ്കിലും എല്ലാവരും നല്ല കൂട്ടായ്മ ഉണ്ട്. എവിടെയോ ആ പുള്ളി ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ കുടുംബത്തിന് ഒരു വിശ്വാസം കാണും അപ്പോൾ അദ്ദേഹം വരും എന്നുള്ളത്. അതേപോലെ തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നു പുള്ളി വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന്. സ്പേസിലുള്ള സംഭവങ്ങൾ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മണ്ണിനടിയിലുള്ള ഇത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പേസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുന്നേ, കാരണം നമുക്ക് ആദ്യം ഏറ്റവും പ്രോബ്ലം വരിക മണ്ണിൻ്റെ അടിയിലുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ സംഭവമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേരളത്തിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കാരണം ഇന്ത്യയിലാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ ഒരുപോലെ ചെയ്യേണ്ടതല്ലേ. അങ്ങനെ സ്റ്റേറ്റ് കുറച്ച് ഇത് കാണിച്ചു, കുറച്ച് ലേറ്റ് ആക്കി. കർണാടക സർക്കാർ കുറച്ച് ലേറ്റ് ആക്കി എന്നുള്ളൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിൽ നമ്മളൊരു ജാതിമതം ഒരു വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായി, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ അത് ഉണ്ടാവും തോന്നുന്നില്ല. അത് പിന്നെ പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിൽ പോലും കേരളത്തിലുള്ള മലയാളികളുടെ ഒരു മനോഭാവം വെച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുമായിരുന്നു. അറിഞ്ഞ ടൈമിന് തന്നെ ഒന്നും കൂടെ ഇപ്പോൾ യൂസ് ചെയ്തിരുന്ന ടെക്നോളജീസ് അറിയാവുന്നവർ അപ്പോഴേ യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ ഒരു പക്ഷേ ജീവനോടെ തന്നെ കിട്ടിയേനെ. ഇതിപ്പോൾ ഇത്രയും ഡിലേ ആയതുകൊണ്ടല്ലേ ഇപ്പോഴും നമുക്ക് റെസ്പോൺസ് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. ആ ടൈമിൽ തന്നെ ഈ ടെക്നോളജീസിനെ കുറിച്ച് അറിയാവുന്നവർ ആ റെസ്ക്യൂ ഓപ്പറേഷൻ ലീഡ് ചെയ്യുകയോ ചെയ്തിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നേനെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ കമന്റ് ബോക്സിൽ കൂടുതലും കാണുന്നതാണ് കേരളത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൽ നന്നായിട്ട് നടന്നേനെ എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഉറപ്പായിട്ടും നമ്മുടെ ഇവിടെ എല്ലാ കാര്യവും ഇപ്പോൾ റെസ്ക്യൂ ആയിക്കോട്ടെ, എന്ത് നാച്ചുറൽ കലാമിറ്റീസ് വന്നാലും നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് നമുക്കിപ്പോൾ വേറെ ഏത് ഔട്ട്സൈഡ് കേരള ഇന്ത്യയിൽ വേറെ ഏത് സ്റ്റേറ്റ്സ് നോക്കിയാലും അങ്ങനെ റെസ്പോൺസ് നമുക്ക് വരാറില്ല. കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം അല്ലല്ലോ അവിടുത്തെ സാഹചര്യം. നിലവിൽ അവിടുത്തെ ഞാൻ ഫോണിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഓൾറെഡി മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത്രയും മണ്ണിടിഞ്ഞ് വന്നപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഒരുപാട് ശ്രമിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായതാണ്. ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അവരെ കൊണ്ട് പറ്റുന്നവർ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ല എത്ര പേരാണ് ഇറങ്ങി നോക്കുന്നത്. അവരെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഇസ്രായേൽ അദ്ദേഹം പോയിട്ടാണെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. നമ്മളും അതേപോലെ തന്നെ ഒരാളല്ലേ, പക്ഷെ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുന്നില്ലല്ലോ. പക്ഷേ ഫേസ്ബുക്കിലൊക്കെ അയാളെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. പക്ഷെ എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം അയാൾ ആർക്ക് വേണ്ടിയാണ് പോയത്? അയാളുടെ ആരും അല്ല, സ്വന്തക്കാരനല്ല ബന്ധം. ഇപ്പോൾ ബന്ധുക്കാർ പോലും നമ്മുടെ കാശുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അയാൾ ഒന്നും അല്ലാത്ത ഒരാൾക്ക് വേണ്ടി പോയി കഷ്ടപ്പെട്ടിട്ടും ആളുകൾ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സാഹചര്യമല്ല അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ എല്ലാം മാറ്റമാണ്. നമ്മുടെ കേരളം പോലെ അല്ലല്ലോ അവിടെ. എനിക്ക് ടെക്നോളജി കുറച്ചും കൂടെ നല്ലതായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇത് കുറച്ച് മുമ്പേ കൂടെ, അതായത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണ് പറഞ്ഞത് ആ പുള്ളി വെള്ളത്തിനല്ല പോയേ കരയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത്രയും താമസിപ്പിക്കാൻ കാരണം. അപ്പം അത് ആദ്യം അവിടുത്തെ പോലീസുകാരും മറ്റേ അവരൊക്കെ ആദ്യം തന്നെ ശ്രമിച്ച് അവിടുത്തെ കളക്ടറൊക്കെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇന്നടത്താണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെയുള്ളവരും മറ്റുള്ളവരൊക്കെയാണ് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് മാറ്റി തിരിച്ചു വിട്ടത്. അത് കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആളെ കിട്ടിയാൽ കേരളമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു എഫിഷ്യൻ്റ് കിട്ടുമെന്നൊരു വിശ്വാസം. അല്ലാതെ അവിടുത്തെ ടെക്നോളജീനെ കുറിച്ച് എന്ത് തോന്നുന്നു? അവിടുത്തെ ടെക്നോളജി ആദ്യമേ ഈ അവസാനത്തെ ഒരു ശ്രമത്തിന് കുറേ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തപ്പം ആദ്യമേ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ടെക്നോളജി കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ അർജുനെ കിട്ടും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. കാരണം പ്രകൃതി ഒരു ക്ഷോഭമാണ് ചെയ്തേക്കുന്നത്. അതിനുള്ള ടെക്നോളജി നമുക്ക് അവിടെ ഒരു കുറവാണ് സാഹചര്യം.
ഇത് അവിടെ ആയതുകൊണ്ടാണ് കേരളത്തിലായിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും, അതിനെക്കുറിച്ച് എന്താ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആയിരിക്കും. കാര്യം? ശരിയും കൂടെ ഫെസിലിറ്റി കൂടുതലാണ് കേരളത്തിൽ. പിന്നെ അവിടെ പിന്നെ ബാക്കിലോട്ട് ചിന്തിക്കണമല്ലോ, കാരണം അവിടെ അത്രയും പേർക്ക് നിൽക്കാൻ പറ്റത്തില്ല, കാരണം ഇനി മണ്ണിടിയും സാധ്യതയുണ്ട്, പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ്.